ഇന്നലെ വൈകുന്നേരമാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ആക്ഷേപം നമ്മുടെ മുൻപിലേക്ക് എത്തിയത്. നിവിൻ പോളിക്കെതിരെ, യുവനിരയിലെ ഏറ്റവും ശ്രദ്ധേയനായ നായകനടൻ നിവിൻ പോളിക്കെതിരെ ഒരു ആക്ഷേപവുമായി നേര്യമംഗലത്ത് നിന്നൊരു യുവതി രംഗത്ത് വരുന്നു. ഈ സിനിമയിൽ ചാൻസ് കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ദുബായിൽ വെച്ച് പീഡിപ്പിച്ചു എന്നൊരു പരാതിയാണ് വരുന്നത്. ആ വാർത്തയാണ് വൈകുന്നേരം എത്തിയത്. പക്ഷേ രാത്രി ഒരു 9 മണിയോടുകൂടി നിവിൻ്റെ ഭാഗത്ത് നിന്ന് വളരെ വേഗത്തിൽ അതിൽ പ്രതികരണം വരുന്നു. അതായത് ഈ പരാതി വ്യാജമാണ്, ഈ പരാതി നൽകിയ യുവതി അറിയില്ല, സത്യം തെളിയിക്കാൻ നിയമത്തിൻ്റെ ഏതറ്റം വരെ പോകുമെന്ന് നിവിൻ മാധ്യമങ്ങളുടെ മുന്നിൽ പറയുകയുണ്ടായി. നിവിൻ അവിടെ എടുത്തൊരു സ്റ്റാൻഡ്, അതായത് ഈ പരാതി വന്നപ്പോൾ ഒളിച്ചോടാതെ അല്ലെങ്കിൽ മിണ്ടാതെ മാറി നിൽക്കാതെ കൃത്യമായി അതിന് മറുപടി പറഞ്ഞു എന്നത് വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. ഏതായാലും അന്വേഷണത്തിലൂടെ സത്യം പുറത്തു വരട്ടെ, അതിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് പോകട്ടെ. പീഡന പരാതിയിൽ കേസെടുത്തതിന് പിന്നാലെ മാധ്യമങ്ങളോട് പ്രതികരിച്ച നടൻ നിവിൻ പോളി അങ്ങനെ ഒരു പെൺകുട്ടിയെ കണ്ടിട്ടില്ലെന്നും അവരുമായി സംസാരിച്ചിട്ടില്ലെന്നും പരിചയമില്ലെന്നും നിവിൻ പോളി പറഞ്ഞു. അടിസ്ഥാനരഹിതമായുള്ള ആരോപണമാണെന്നും നിയമ പോരാട്ടം നടത്തുമെന്നും നിവിൻ പോളി പറഞ്ഞു. സുജു നമ്മളോടൊപ്പം ചേരുകയാണ് വാർത്തയുടെ സമഗ്രമായ വിവരങ്ങളുമായി. നോക്കാം എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. സുജു, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മനു. സുജു, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സിനിമാ ലോകത്തെ വാർത്തകളാണ് നമ്മുടെ മുന്നിൽ ചർച്ചകളാകുന്നത്, വിവാദങ്ങളായി ഉയർന്നു നിൽക്കുന്നത്. ഇന്നലെയാണ് അപ്രതീക്ഷിതമായി നിവിൻ പോളിയുടെ പേര് ഈ വിഷയത്തിലേക്ക് വലിച്ചിഴക്കപ്പെട്ടത്. ഒരു പീഡന ആരോപണം വരുന്നു, നിവിൻ അത് നിഷേധിച്ചുകൊണ്ട് രംഗത്ത് വരുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് നിവിൻ പോളി വളരെ വേഗത്തിൽ തന്നെ ഈ വിഷയത്തിൽ പരാതിക്കാരിക്കെതിരെ അടക്കം നിവിൻ്റെ ഭാഗത്തു നിന്ന് പരാതി നൽകും. ഒപ്പം തന്നെ സത്യം തെളിയിക്കാനുള്ള അല്ലെങ്കിൽ നിരപരാധിത്വം തെളിയിക്കാനുള്ള നടപടികളുമായി മുന്നോട്ട് പോകുമെന്നാണ്. തീർച്ചയായിട്ടും മനോ, രണ്ട് കാര്യങ്ങളാണ് ഇന്നലെ നടന്നത്. ഒന്ന്, പുതിയ പരാതികൾ വരുന്നു. അതായത് നിവിൻ പോളിക്കെതിരെയും അലക്സിയർക്കെതിരെയും കേസ് എടുക്കുന്ന ഒരു സംഭവം ഉണ്ടാകുന്നു. മറ്റൊന്ന്, ഇതിനോടൊപ്പം തന്നെ പീഡനത്തിന് ആരോപണ വിധേയർ, അതായത് കേസിൽ പ്രതികളായവർ കോടതികളെ സമീപിക്കുന്ന കാര്യം, അത് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലും ഹൈക്കോടതിയിലും സമീപിച്ചതുമായി ബന്ധപ്പെട്ട വാർത്ത. ഇപ്പോൾ മനു ചോദിച്ചു, നിവിൻ പോളി ഇന്നലെ വന്ന മറ്റൊരു പ്രധാനപ്പെട്ട പീഡന ആരോപണം നിവിൻ പോളിക്കെതിരെയായിരുന്നു. നിവിൻ പോളി ഉൾപ്പെടെ 6 പേർക്കെതിരെയാണ് ഈ കേസ് എടുത്തിരിക്കുന്നത്. കേസിൽ 6ാം പ്രതിയാണ് നിവിൻ പോളി. പരാതിക്കാരിയെ വിദേശത്ത് വെച്ച് നിവിൻ പോളി അടക്കമുള്ള 6 പേർ ലൈംഗികമായി പീഡിപ്പിച്ചു എന്നാണ് കേസിന്റെ അതാണ് പരാതിയുടെ അടിസ്ഥാനം. ഇത് ഈ ശ്രേയ എന്ന് പറയുന്ന പ്രതി, അതായത് ഈ പരാതിക്കാരിയെ ആദ്യം കെയർ ടേക്കറായി വിദേശത്തേക്ക് ജോലി എന്ന് പറഞ്ഞെത്തിക്കുകയും പിന്നീട് സിനിമാക്കാരെ പരിചയമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഒരു ഹോട്ടൽ മുറി വെച്ച് പീഡിപ്പിച്ചു എന്ന പരാതിയാണ് നൽകിയിരിക്കുന്നത്. 2019 ഇത്തരം സംഭവം ഉണ്ടായെന്നും പരാതിക്കാരി കഴിഞ്ഞ നവംബറിലാണ് യൂറോപ്പിൽ കെയർ ഗീവറായി ജോലി വാഗ്ദാനം ചെയ്തത്, അവിടെ എത്തിക്കുന്നത് എന്നാണ് ഈ പരാതിക്കാരി പറയുന്നത്. കേസിൽ 6 പ്രതികളുമുണ്ട്. അതായത് കോട്ടയം സ്വദേശി ശ്രേയ, പിന്നെ മറ്റൊന്ന് സിനിമാ നിർമ്മാതാവ് തൃശൂർ സ്വദേശി AK സുനിൽ, എറണാകുളം സ്വദേശികളായ ബിനു, ബഷീർ, കുട്ടൻ എന്നിവരാണ് കേസിലെ മറ്റു പ്രതികൾ. ഇതിൽ 6ാം പ്രതിയാണ് സിനിമാ താരമായിരിക്കുന്ന നിവിൻ പോളി. 6ാം പ്രതിയാണ്. ഇതിനകത്ത് കോതമംഗലം ഊന്നുങ്കൽ പോലീസിനാണ് ഈ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. ഇതിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് ഈ കേസ് കൈമാറുകയും ചെയ്യും. ഇപ്പോൾ വരുന്ന ഏറ്റവും പുതിയ വാർത്ത, ഇതിൽ പരാതിക്കാരിയായ സ്ത്രീയുടെ അല്ലെങ്കിൽ യുവതിയുടെ മൊഴി ഇന്ന് പോലീസ് രേഖപ്പെടുത്തും. സ്വാഭാവികമായി കഴിഞ്ഞ മറ്റ് കേസുകളെല്ലാം സംഭവിച്ചുകൊണ്ട് തന്നെ ഇത്തരം ഒരു പരാതി വരുമ്പോൾ ആദ്യം പ്രത്യേക അന്വേഷണ സംഘം ഈ പരാതിക്കാരിയുടെ സൗകര്യം കൂടെ പരിഗണിച്ച് എവിടെയാണോ അവിടെ എത്തി മൊഴി രേഖപ്പെടുത്തും. ഇന്ന് കൊച്ചിയിൽ വെച്ച് തന്നെയാണ് മൊഴി രേഖപ്പെടുത്തുന്നത് മനസ്സിലാക്കാൻ സാധിക്കുന്നെങ്കിൽ. അങ്ങനെയെങ്കിൽ കേസ് നിവിൻ പോളി മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട കേസ് കൃത്യമായി തന്നെ അന്വേഷണം പുരോഗമിക്കും. അതിന്റെ നടപടികളും അതിവേഗത്തിലാണ് പോകുന്നത്. മനു സൂചിപ്പിച്ച പോലെ നിവിൻ പോളിയും ഇന്നലെ രാത്രി തന്നെ ഇതുമായി ബന്ധപ്പെട്ട വാർത്താ സമ്മേളനം വിളിച്ചു കൂട്ടുകയും താൻ 100% നിരപരാധിയാണെന്നും 1.5 മാസം മുമ്പ് സമാനമായ രീതിയിൽ നവമാധ്യമങ്ങൾ വഴി ഒരു യുവതിയെ അപമാനിച്ചു എന്ന തരത്തിൽ ഒരു കേസ് ഉണ്ടെന്ന സർക്കിൾ ഇൻസ്പെക്ടർ വിളിച്ച് അറിയിക്കുകയും അതിൽ താൻ വിശദീകരണം ഫോൺ മുഖേന നൽകിയതാണെന്നും ഇത്തരം സംഭവങ്ങൾക്ക് പിന്നിൽ ഗൂഢാലോചനയുണ്ടോ എന്ന് സംശയിക്കുന്നതായും നിവിൻ പോളി പറയുന്നു. മാത്രമല്ല, ഇത്തരം ആരോപണങ്ങൾ വസ്തുതാവിരുദ്ധമായ ഇപ്പോൾ പറഞ്ഞ ആ കാര്യത്തിൽ ഒരു പ്രധാനപ്പെട്ട വിഷയമുണ്ട്. കാരണം കുറച്ച് നാളുകൾക്ക് മുൻപ് ഇത്തരത്തിലൊരു പരാതി അന്ന് നിവിനെതിരെ ഉയർന്നു കേട്ടിരുന്നു. അത് പിന്നീട് അതിൽ കഴമ്പില്ല എന്ന് പോലീസ് മനസ്സിലാക്കിയെന്നാണ് ഞാൻ അറിയുന്നത്. എനിക്കതിൻ്റെ കൃത്യമായ വസ്തുത അറിഞ്ഞുകൂടാ. പക്ഷെ അന്ന് കേട്ട പരാതിയിൽ പീഡന ആരോപണം ഉണ്ടായിരുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്, അല്ലേ? അതിൽ പീഡന ആരോപണം ഉണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു. അന്ന് പറഞ്ഞത് എന്തോ വീട്ടിൽ കയറി മർദ്ദിക്കുകയോ അങ്ങനെ എന്തോ ചെയ്തു എന്നാണ് ആ പരാതിയിൽ പറഞ്ഞു കേട്ടിരുന്നത്.
തീർച്ചയായും മനു, ആ കാര്യത്തിൽ നിവിനാണ് അവകാശപ്പെടുന്നത് അതിൽ പോലീസ് കഴമ്പില്ല എന്ന് പറഞ്ഞു എന്നാൽ പോലീസിന്റെ ഓക്കെ. ഭാഗത്തുനിന്ന് വിശദീകരണം ഉണ്ടായെങ്കിൽ മാത്രമേ ആ കേസിന്റെ അന്വേഷണം ഇപ്പൊ ഏത് ഘട്ടത്തിലാണെന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. കാരണം 1.5 മാസം മുമ്പുള്ള പരാതിയാണ്. അത് പോലീസ് സ്റ്റേഷനിൽ വെച്ചാണ്. പ്രത്യേകിച്ച് ഈ മർദ്ദനം എന്നൊക്കെ പറഞ്ഞ് വീട്ടിൽ കയറി മർദ്ദിക്കുന്നു എന്ന് പറഞ്ഞാൽ ഭവനവേദന ഉൾപ്പെടെ വരുന്ന കേസാണ്. അതിൽ നിവിനെതിരെ നടപടി അവസാനിപ്പിച്ചോ എന്നുള്ള അല്ല, ഞാൻ കാര്യത്തിൽ അതിന്റെ ഗൗരവം പോലീസാണ് വ്യക്തത ഒട്ടും കുറച്ച് വരുത്തേണ്ടത്. കണ്ടതല്ല എന്തായാലും നിവിൻ സുജു. ഞാൻ പറയുന്നത് അന്ന് ഉയർന്നു വന്ന ആ പരാതിയുടെ കേസിൽ ഗൗരവം കഴമ്പില്ല കുറച്ച് എന്നാണ്. കണ്ടതല്ല. പക്ഷെ അതിൽ പീഡന ആരോപണം ഇല്ലായിരുന്നു എന്നൊരു വാർത്ത ഇങ്ങനെ പരക്കുന്നുണ്ടായിരുന്നു. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. തീർച്ചയായിട്ടും അന്ന് നവമാധ്യമങ്ങളെ വഴി അപമാനിച്ചു തുടങ്ങിയ കേസുകളായിരുന്നു അന്നുണ്ടായിരുന്നത്. എന്നാൽ അല്പം ഇന്ന് ഗൗരവമുള്ള കുറ്റങ്ങൾ അല്ലെങ്കിൽ പീഡന ഗൗരവം, എല്ലാത്തിനും ഗൗരവമുണ്ട് മനു സൂചിപ്പിച്ചു പോലെ അത്തരത്തിൽ നമുക്ക് പറയാൻ പറ്റില്ല. ഇന്ന് പീഡന ആരോപണം വരുന്നു. അത് 6 പ്രതികൾ. എന്തായാലും നിവിൻ തന്റെ വാദം മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് അവതരിപ്പിക്കുകയും ചെയ്തു. പ്രത്യേകിച്ച് നിവിനെ സംബന്ധിച്ചും ഈ ഘട്ടത്തിൽ അറസ്റ്റിനെ ഭയപ്പെടേണ്ട ഒരു സാഹചര്യമില്ലായിരുന്നു. കേസെടുത്ത് മൊഴി രേഖപ്പെടുത്തുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നിവിന് ധൈര്യപൂർവ്വം മാധ്യമങ്ങളുടെ മുമ്പിൽ വരുവാൻ സാധിക്കും. മറ്റ് ചില ആളുകൾ അവരെ പ്രതികൾ കുറ്റപ്പെടുത്തുമ്പോഴും ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തുമ്പോൾ അവരെ സംബന്ധിച്ചോളം അറസ്റ്റിനൊരു ഭയം കാണും. അതുകൊണ്ട് മാധ്യമങ്ങളുടെ മുമ്പിൽ അവർക്ക് പ്രത്യക്ഷപ്പെടാൻ ബുദ്ധിമുട്ട് കാണും. എന്നാൽ പോലും അവർ പലരും ആദ്യഘട്ടത്തിൽ മുതൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട വാർത്തകളിൽ നിന്ന് ഒളിച്ചോടുവാൻ അല്ലെങ്കിൽ അതുവരെ മാധ്യമങ്ങളോട് നിരന്തരം സംവേദിക്കുന്ന ചില ആളുകൾ ഇത്തരം ആരോപണങ്ങൾ വന്നതോടുകൂടി തന്നെ മാധ്യമങ്ങളുടെ മുഖം കാണിക്കാതെ പോകുന്ന അല്ലെങ്കിൽ അത് ഉത്തരം പറയാതെ പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അതും മനു സൂചിപ്പിച്ച വസ്തുതാപരമായ കാര്യമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കൊച്ചിയിൽ നിന്ന് ഇന്നലെ ഉണ്ടായിരിക്കുന്ന നടൻ മുകേഷ്, അതുപോലെ തന്നെ ഇടവേള ബാബു, കോൺഗ്രസ് നേതാവ് VS ചന്ദ്രശേഖരൻ തുടങ്ങിയവരുടെ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട വാദം പൂർത്തിയായിരിക്കുകയാണ്. കൊച്ചി പ്രിൻസിപ്പൽ സെഷൻ കോടതിയിലാണ് ഈ വാദം പൂർത്തിയായിരിക്കുന്നത്. ഇത് വരുന്ന വ്യാഴാഴ്ചയിലേക്ക് വിധി പറയാൻ വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഏറെ നിർണായകമാണ്. നമുക്കറിയാം, സമാനമായ നിരവധി കേസുകൾ, 20ലധികം കേസുകളാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷം സംസ്ഥാനത്ത് പോലീസ് വിവിധ സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ആ കേസുകൾക്കൊക്കെ തന്നെ ഒരു പക്ഷേ ഈ ജാമ്യാപേക്ഷയിലെ വിധി അത് ഏത് തരത്തിലേക്ക് മുമ്പോട്ട് പോകുന്നുള്ള ചില സൂചനകൾ ഒരു പക്ഷേ ലഭിക്കുമായിരിക്കും മനു. തീർച്ചയായും. ഏതായാലും ഈ പറഞ്ഞതുപോലെ സുജു, സിനിമാ ലോകം ആകെ കുലുങ്ങുകയാണ്. കാരണം ഓരോ ദിവസവും ഓരോരുത്തർക്കെതിരായ ആരോപണങ്ങൾ വരുന്നു. ഇപ്പോൾ നിവിൻ പോളിക്കെതിരായ ആരോപണം വരുന്നു. ഇപ്പോൾ ഈ പറയുന്ന നടന്മാരുടെ, മുകേഷിൻ്റെയൊക്കെ അടക്കമുള്ളവരുടെ ജാമ്യഹർജികളുടെയൊക്കെ, മുൻകൂർ ജാമ്യാപേക്ഷകളുടെയൊക്കെ വിധികൾ വരാൻ വേണ്ടി നിൽക്കുകയാണ്. ഇവിടെ നിവിൻ പോളിയുടെ വിഷയത്തിലേക്ക് തിരികെ വരികയാണെങ്കിൽ ഇന്നിപ്പോൾ സുജു അതിൻ്റെ നിയമപരമായ നടപടികൾ സൂചിപ്പിച്ചു. ഇന്ന് തന്നെ ഈ വിഷയത്തിൽ മൊഴി രേഖപ്പെടുത്തുന്നത് അടക്കമുള്ള മറ്റു കാര്യങ്ങളിലേക്ക് അന്വേഷണ സംഘം കടക്കുമോ? ഊന്നുകൽ പോലീസ് നിലവിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രത്യേക അന്വേഷണ സംഘം ഈ വിഷയത്തിൽ കേസ് ഏറ്റെടുക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിൽ നടപടികൾ എങ്ങനെയാണ്? ഇത് ആദ്യം നമുക്കറിയാം, സിറ്റി പോലീസ് കമ്മീഷണർക്കാണ് നിവിൻ പോളിക്കെതിരായ പരാതി കൊടുക്കുന്നത്. പിന്നീടാണ് ഈ ഊന്നുകൽ പോലീസിന് സിറ്റി പോലീസ് കമ്മീഷണർ കേസ് കൈമാറുന്നത്. സ്വാഭാവികമായി നമുക്കറിയാം, സംസ്ഥാനത്ത് സമാനമായി രജിസ്റ്റർ ചെയ്ത മറ്റ് കേസുകളെല്ലാം തന്നെ ആദ്യം പ്ലേസ് ഓഫ് ഒക്കറൻസ് അല്ലെങ്കിൽ പരാതിക്കാരിയുടെ സ്ഥലം തുടങ്ങിയ, ഇപ്പൊ ഇത് വിദേശത്ത് വെച്ചാണ്, അതുകൊണ്ട് കേസ് എടുക്കുമ്പോൾ പരാതിക്കാരിയുടെ സ്റ്റേഷൻ അവിടെയാണ്, ഊന്നുകൽ സ്റ്റേഷൻ, അവിടെ പരാതി എടുക്കുന്നത്. മറ്റ് പല കേസുകൾ നമുക്കറിയാം, സിദ്ദിഖിന്റെയൊക്കെ പ്ലേസ് ഓഫ് ഒക്കറൻസ് അല്ലെങ്കിൽ ആ സംഭവം നടന്ന സ്ഥലം എന്ന തരത്തിലാണ് അതത് സ്റ്റേഷനിലേക്ക് എടുക്കുന്നത്. ഊന്നുകൽ പോലീസ് കേസെടുക്കുകയും ഇത് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറുകയും ഒരുപക്ഷെ ഇപ്പോൾ ഇതിനോടകം തന്നെ കൈമാറിയിട്ടുണ്ടാകും. ഇന്ന് ഈ പരാതിക്കാരുടെ മൊഴി പ്രത്യേക അന്വേഷണ സംഘമാണ് എടുക്കുന്നത്. നമുക്കറിയാം, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ചില ആക്ഷേപങ്ങൾ ഉയർന്നപ്പോൾ മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കിയിരുന്നു, ആരെങ്കിലും ഒരാൾ പരാതിയുമായി മുമ്പോട്ട് വന്നാൽ ഏത് ഉന്നതനാണെങ്കിലും അവർക്കെതിരെ ശക്തമായ നടപടി പോലീസ് എടുക്കും. അതിന്റെ ഭാഗമായിട്ടാണ് പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിരിക്കുന്നത്. സ്വാഭാവികമായും അതിനുശേഷം നമ്മൾ കണ്ടത് മുഖ്യമന്ത്രിയുടെ വാക്കുകൾ ശരിവെക്കുന്ന തരത്തിലുള്ള നടപടികളാണ്. ഇന്നലെയും സിദ്ദിഖ് ഉൾപ്പെടെയുള്ള പ്രതികൾക്ക് അല്ലെങ്കിൽ മറ്റ് പ്രതികളുടെ ജാമ്യാപേക്ഷയിൽ പോലീസ് ശക്തമായി എതിർത്തിരുന്നു. അതിൽ രാഷ്ട്രീയമോ അല്ലെങ്കിൽ അതിൽ പ്രൗഢിയൊന്നും തന്നെ വിഷയമല്ല. പോലീസിനെ സംബന്ധിച്ചോളം ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ നടപടികൾ, അതായത് തെളിവ് ശേഖരണം, ഇരയാക്കപ്പെട്ടവരെ മൊഴിയെടുക്കുക, മാത്രമല്ല നമുക്കറിയാം ഈ കേസുകളിൽ ഇപ്പോൾ രഞ്ജിത്തിനെതിരെ സാക്ഷി പറഞ്ഞ
ജോഷി ജോസഫുമായി ആ ഹോട്ടലിൽ എത്തി തെളിവെടുക്കുന്നു. അങ്ങനെ സാക്ഷി പറയുന്ന ആളുകളോടൊപ്പം പരാതി നൽകിയ പീഡന പരാതി നൽകിയ യുവതിയുമായി ഒത്ത് മുകേഷിന്റെ വില്ലിലെത്തി പോലീസ് തെളിവെടുപ്പ് നടത്തുന്നു. അങ്ങനെ കൃത്യമായി തന്നെ നടപടികളുമായി മുമ്പോട്ട് പോകണം, അധികം വൈകിപ്പിക്കുന്നില്ല. ഇന്ന് തന്നെ ഈ പരാതിക്കാരിയായ സ്ത്രീയുടെ മൊഴി രേഖപ്പെടുത്തും. അതിന്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കാം തുടർ നടപടികളുമായി പോകുക. സ്വാഭാവികമായി നിവിൻ പോളിയും ഉടൻ തന്നെ കോടതിയെ സമീപിക്കാൻ സാധ്യതയുണ്ട്. മറ്റ് നടന്മാർ സ്വീകരിച്ച അതേ മാതൃകയിൽ തന്നെ. എന്നാലും ആ കാര്യത്തിലെ കൂടുതൽ വിവരങ്ങൾ ഇന്ന് പുറത്തു വരും. ആ നടപടികളുമായി പോലീസും മുമ്പോട്ട് പോകും. രണ്ട് ഭാഗത്തും ഏതായാലും സൂചിപ്പിച്ചിരുന്നു, നിവിൻ പോളിയും താൻ നിരപരാധിയാണ് എന്നും തന്റെ നിരപരാധിത്വം തെളിയിക്കാൻ സാധിക്കുമെന്നും ഏറ്റവും അധികം ഇത്തരം വാർത്തകൾ വരുമ്പോൾ വാദിക്കുന്നത് കുടുംബത്തെയാണ് പെട്ടെന്ന്. എന്നാൽ കുടുംബം, അമ്മ ഉൾപ്പെടെയുള്ളവർ തനിക്ക് പിന്തുണ നൽകുന്നത് നിവിൻ പോളി അവകാശപ്പെടുന്നു. എന്തായാലും ഈ കാര്യത്തിൽ ഇപ്പോൾ പോലീസ് ശക്തമായ നടപടിയായി മുമ്പോട്ട് പോവുകയാണ്. മനു, ശരി, ഏതായാലും നമുക്ക് നോക്കാം സുജു എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്. എന്തായാലും ആരോപണം വരുന്നു, നിവിൻ അതിന് മറുപടി പരസ്യമായി മാധ്യമങ്ങളുടെ മുന്നിൽ പറയുകയുണ്ടായി. ഇന്നിപ്പോൾ പോലീസ് അന്വേഷണ സംഘം അതിൻ്റെ മറ്റ് നടപടിക്രമങ്ങളുമായി, നിയമപരമായ മറ്റ് നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകുന്നുവെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. നിവിൻ്റേതായ നിയമപരമായ അവകാശം ഉപയോഗിച്ച് അദ്ദേഹത്തിന് നിരപരാധിത്വം ഉണ്ടെങ്കിൽ അത് തെളിയിക്കാനുള്ള നടപടികളുമായി നിവിൻ പോളിയും മുന്നോട്ട് നീങ്ങുന്നു എന്നതാണ് ഈ സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.